വെള്ളിയാഴ്ച ചുമക്ക് ശേഷം ഒരു കുട്ടൻ ബിരിയാണി അടിച്ച് കടന്നുറങ്ങേണ്ട സുഖമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പ്രവാസിയാണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച നമ്മളൊരു അൽപ്രവാസി കുട്ടൻ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാരും ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് തുടങ്ങാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ പതിവൊന്നും തെറ്റിക്കാതെ സൺഫ്ലവർ ഓയിലും നെയ്യും ചൂടാക്കിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വല്യുള്ളിയും പൊരിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയും പൊരിച്ചുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെ പരിപാടിക്ക് പോകാൻ നിൽക്കരുത്. അതിന്റെ കൂടെ തന്നെ നിന്നിട്ട് കരിയാതെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അണ്ടിപ്പരിപ്പ് ചട്ടിയിലിട്ട് ക്യാമറ ഓൺ ആക്കാൻ പോയപ്പോൾ ഇതിന് അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോയി. കറക്റ്റ് സമയത്ത് അതും കണ്ടുകൊണ്ട് മെസ്സിലെ ഗിറുകിറൊക്കെ കയറി വന്ന് നമുക്ക് പെനാൽറ്റി അടിച്ചിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് മെസ്സിൽ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളി പൊരിച്ചുമ്പോൾ കുറച്ച് പഞ്ചാര ഉപ്പ് ഇട്ടെടുത്ത് കഴിഞ്ഞാല് ഉള്ളി നല്ല ചൊറുക്കിൽ പൊരിഞ്ഞിട്ടും. ടിപ്പാണ്, എഴുതി വെച്ചോളി. ഉള്ളി പൊരിഞ്ഞൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ കോരിയെടുക്കാം. ബാക്കി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ഡാർക്ക് ആവും. അതുകൊണ്ട് പൊരിച്ചെടുത്ത ഉള്ളി ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ കോരിയിടുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് മസാലക്കുള്ള ഉള്ളി കട്ട് ചെയ്യാം. മസാലക്ക് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൊരിക്കാൻ കട്ട് ചെയ്ത പോലെ അത്ര കനം കുറച്ച് അറിയേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടി കൂടിയാലും വലിയ കുഴപ്പമില്ല. വല്യുള്ളിയൊന്നും ഇപ്പോൾ പഴയ ആ ലുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഉള്ളിക്ക് വില കൂടിയോണ്ടാ തോന്നുന്നത്. ഇപ്പൊ ഈജിപ്തിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് മൂപ്പര് വരുന്നത്. എന്തായാലും അടുത്ത് തന്നെ വിലയൊക്കെ കുറഞ്ഞ് ഇന്ത്യൻ ഉള്ളി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കണം. പാത്രം ചൂടായി കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും വെച്ചിട്ട് ചൂടാക്കണം. എൻ്റെ ബിരിയാണിക്ക് എക്സ്പെൻസ് കൂടുതലാണ്, ഗിർഗറിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഉള്ളി പൊരിച്ച അതേ ഓയിലും നെയ്യും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയായി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം അടച്ചിട്ട് വേവിക്കാം. ഉള്ളി വാടി വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. സംഗതി സിമ്പിളായിട്ട് മിക്സിയിൽ ചതച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഇടിമുട്ടിയിലിട്ട് കുത്തി ചതച്ചെടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവും. അപ്പൊ നമ്മളെ ഉള്ളി ഏതാണ്ട് വാടി വന്ന സ്ഥിതിക്ക് നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എല്ലാവരും പറയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിന്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കണം എന്ന്. അതെന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തതുകൊണ്ട് ഞാനൊരു മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. വിജയകരമായി നമ്മൾ 1 മിനിറ്റ് പൂർത്തിയായ സ്ഥിതിക്ക് നമ്മളടുത്ത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഒരു മീഡിയം വേവായി കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ഐറ്റം അൽപ്രവാസി സ്പെഷ്യൽ ബിരിയാണി മസാല ചേർക്കണം. അൽപ്രവാസി സ്പെഷ്യൽ ബിരിയാണി മസാലന്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പോലെ അതൊന്ന് പോയി കാണാം. നല്ല മസാല. അടുത്തതായിട്ട് നമ്മളെ മെയിൻ ഐറ്റം കുട്ടന്റെ ഇറച്ചി വേവിച്ചെടുക്കണം. സൂപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ ഫ്രഷ് മീൽ എന്ന് കാണുമ്പോൾ ഇത് നമ്മളെ സ്വന്തം കുട്ടന്റെ ഇറച്ചിയാന്നുള്ള നഗ്ന സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഇറച്ചി നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ വേവിച്ചാൽ മതിയാവും. കുട്ടന്റെ ഇറച്ചിക്ക് ടെൻഡർനെസ് കൂടുതലായതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി പറഞ്ഞ പോലെ ഒരു 2-3 വിസിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മളെ മസാലയിൽ ചേർത്തിട്ട് ഇളക്കണം. കൂടെ നാരങ്ങാ നീരും തൈരും ചപ്പും മതി. തൈരിന്റെയും നാരങ്ങന്റെയും പുളിയും മല്ലിച്ചപ്പിന്റെ ആ ഫ്ലേവറും നമ്മളെ ഇറച്ചിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്
അതിന് ആ ബിരിയാണിന്റെ മാസ്മരികമായ സുഗന്ധം ഇങ്ങനെ ഒഴുകി തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണം. ഇനി നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് അരിൻ്റെ ഒരു 5-6 ഇരട്ടി വെള്ളം നന്നായിട്ട് ചൂടാക്കണം. വെള്ളം തിളച്ചു വരുമ്പോൾ ഏലക്കായും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഉഷാറാവും. അടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ജീരകശാല അരി ചേർത്ത് കൊടുക്കണം. അരിന്റെ കൂടെ പാകത്തിന് കല്ലുപ്പും ചേർത്തിട്ട് ഒരു 90% വരെ വേവിച്ചെടുക്കാം. നമ്മൾ അരി ഇപ്പോൾ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മസാലയിലിട്ടിട്ട് ദം ചെയ്യണം. മസാലന്റെ മുകളിൽ നമ്മൾ 2 ലെയറായിട്ടാണ് ചോറിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓരോ ലെയറിന് മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചപ്പ്, പുതിന, നെയ്യ് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ബിരിയാണി മസാല തൂക്കി കൊടുക്കും. നിങ്ങൾക്ക് മഞ്ഞ കളർ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ നല്ല മഞ്ഞ കളർ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ദം പൊട്ടിക്കും. അപ്പോൾ മക്കളെ, നമ്മളെ കുട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള മണിയൊന്ന് പിടിച്ചിട്ട് ക്ലിക്കിട്ട് പോകാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ്.